നമസ്കാരം, എൻ്റെ പേര് നിതിൻ എഫ് എന്നാണ്. ഞാൻ SUT ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം മാരിറ്റൽ റിലേഷൻഷിപ്പിനകത്തുള്ള കോൺഫ്ലിക്റ്റ് എങ്ങനെ കുറയ്ക്കാനായിട്ട് കഴിയും, അതെങ്ങനെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു മാരിറ്റൽ റിലേഷൻഷിപ്പ്, അതായത് ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ബന്ധം എങ്ങനെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താമെന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടാണ്. അപ്പോൾ അതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് ട്രയാങ്കുലർ തിയറി ഓഫ് ലവ് എന്ന് പറയും. അതിനകത്ത് 3 കമ്പോണൻ്റ് ആണുള്ളത്. 1 പാഷൻ, 2 ഇൻറ്റിമസി, 3 കമ്മിറ്റ്മെൻറ്റ്. ഏത് റിലേഷൻഷിപ്പാണെങ്കിലും, ഇപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിക്കൊള്ളട്ടെ, ഈ ലോകത്ത് കാണുന്ന എല്ലാ റിലേഷൻഷിപ്പും ഈ 3 കമ്പോണൻറ്റിൻ്റെ കോമ്പിനേഷനകത്തേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുമെന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ എന്താണ് ഈ 3 കമ്പോണൻറ്റും എന്നുള്ളത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഒന്നാമത് ഇൻറ്റിമസി. എന്താണ് ഇൻറ്റിമസി എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ധാരാളം നമ്മൾ മാരിറ്റൽ ലൈഫിൻ്റെ ഒരു ഫൗണ്ടേഷനായിട്ട് കേൾക്കുന്നത് കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ച്വലി കമ്മ്യൂണിക്കേഷൻ്റെ ഒരു അടുത്ത തലമാണ് ആക്ച്വലി ഇൻറ്റിമസി എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു സ്ട്രെയിഞ്ചറെ കണ്ടു എന്ന് വിചാരിച്ചോളൂ. നമ്മൾ ആദ്യം കാണുമ്പോൾ പേരെന്താണെന്ന് ചോദിക്കും, അടുത്ത വേറെ ദിവസം കാണുമ്പോൾ വീട് എവിടെയാണെന്ന് ചോദിക്കും, അടുത്ത ദിവസം കാണുമ്പോൾ എവിടെ വർക്ക് ചെയ്യുന്നു എന്ന് ചോദിക്കും, അടുത്ത ദിവസം കാണുമ്പോൾ വീട്ടിലാരൊക്കെ ഉണ്ടെന്ന് ചോദിക്കും, അതിൻ്റെ അടുത്ത ദിവസം കാണുമ്പം എത്ര രൂപയാണ് സാലറി എന്ന് ചോദിക്കും, അത് കഴിഞ്ഞ് കാണുമ്പോൾ ഇന്നെന്താ മുഖം വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ചോദിച്ച് എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ആളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും പേഴ്സണൽ സീക്രട്ടുകളിലേക്കുമാണ് നമ്മൾ ചോദിച്ച് പോകുന്നത്. അപ്പോൾ 2 വ്യക്തികൾ തമ്മിൽ ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാകണമെങ്കിൽ അവർ തമ്മിൽ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും പേഴ്സണൽ സീക്രട്ടുകളും പരസ്പരം ഡിസ്കസ് ചെയ്യുന്ന ടൈമിലാണ് ഇൻറ്റിമസി എന്ന് പറയുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ഒരു ഫാക്ടർ അവരുടെ ഇടയിൽ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ മാരിറ്റൽ ലൈഫിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇൻറ്റിമസി എന്ന് പറയുന്നത്. അപ്പോൾ ഹസ്ബൻഡും വൈഫും എല്ലാ കാര്യങ്ങളും ഓണസ്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ട്രാൻസ്പാരൻ്റായിട്ട് സംസാരിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്, ഒരു കല്യാണം നടക്കണമെങ്കിൽ 1000 കള്ളം പറയണമെന്നുള്ളത്. പക്ഷെ അത് വളരെ ഫൂളിഷ് ആയിട്ടുള്ളൊരു ഐഡിയ ആണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ ജീവിതത്തിൽ ഓണസ്റ്റായിട്ടുള്ള, അപ്രൈറ്റ് ആയിട്ടുള്ള, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് കണ്ടക്ട് ചെയ്യാൻ ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്പൗസിനോട് നമ്മൾ കള്ളം പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് ഒരു അപ്രൈറ്റ് ആയിട്ടുള്ള, ഓണസ്റ്റ് ആയിട്ടുള്ള ലൈഫ് കണ്ടക്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ മാരേജിന് മുന്നേ തന്നെ അല്ലെങ്കിൽ പ്രൊപ്പോസൽ നോക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓണസ്റ്റായിട്ട്, ട്രാൻസ്പാരൻ്റായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ നമ്മളൊരു സത്യം പറഞ്ഞതുകൊണ്ട് ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ വലുതെന്തോ വരാനിരുന്നു, അതിങ്ങനെ പോയി എന്ന് മാത്രം വിചാരിക്കുന്നതാണ് എപ്പോഴും നല്ലത് എന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഓണസ്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയുക എന്നുള്ളത് മാരിറ്റൽ ലൈഫിൻ്റെ, അതായത് ഒരു ഇൻറ്റിമസി ഉണ്ടാവുക എന്നുള്ളത് മാരിറ്റൽ ലൈഫിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യമാണ് കമ്പോണൻ്റാണ് പാഷൻ എന്ന് പറയുന്നത്. പാഷൻ എന്ന് പറയുന്നത് സെക്ഷുവൽ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇൻറ്റിമസി പ്രോപ്പറായിട്ടുള്ളപ്പോഴാണ് പ്രോപ്പറായിട്ടുള്ളൊരു സെക്ഷുവൽ റിലേഷൻഷിപ്പ് ഉണ്ടാവുക. അപ്പം നമ്മുടെ നാട്ടിൽ പല ആൾക്കാർക്കും ഇൻറ്റിമസി ഇല്ലാത്തത് കൊണ്ട് തന്നെ സെക്ഷുവൽ റിലേഷൻഷിപ്പിനകത്ത് പല രീതിയിലുള്ള ഡിഫിക്കൽട്ടീസ് നേരിടുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പലപ്പോഴും കണ്ടിരിക്കുന്നത്, അവരവരുടേതായിട്ടുള്ള സെക്ഷുവൽ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് ജനറലി ഉള്ളൊരു പ്രോബ്ലം കണ്ടിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഒരു നമ്പർ 1 ആയിട്ട് സെക്ഷുവൽ റിലേഷൻഷിപ്പിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതിനേക്കാളുപരി നമ്മുടെ സ്പൗസിന് മറുസൈഡ് മാക്സിമം നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്ലഷർ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആ ഒരു ആംഗിളിൽ അല്ലെങ്കിൽ ആ ഒരു അപ്രോച്ചിൽ സമീപിക്കുമ്പോൾ പാഷൻ അല്ലെങ്കിൽ ഒരു സെക്ഷുവൽ റിലേഷൻഷിപ്പിൻ്റെ ആസ്പെക്റ്റിൽ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ കുറേ കൂടെ ബെറ്റർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നതായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതുപോലെ മൂന്നാമത്തെ ഒരു കമ്പോണൻ്റാണ് കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അതായത് കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ റിലേഷൻഷിപ്പ് ലോങ്ങറായിട്ട് ഓവർ ദ ടൈം എന്തൊക്കെ അപ്സ് ആൻഡ് ഡൗൺസ് വന്നാലും ലോങ്ങറായിട്ട് ഓവർ ദ ടൈം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കോൺഷ്യസ് ഡിസിഷനെയാണ് ആക്ച്വലി കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്മിറ്റ്മെൻ്റ് ഉള്ളത് കൊണ്ടാണ് ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പ് ലോങ്ങർ പീരീഡ് നിലനിന്ന് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ അറേഞ്ച്ഡ് മാരേജൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇൻറ്റിമസിയും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല, സെക്ഷുവൽ റിലേഷൻഷിപ്പും പ്രോപ്പറായിട്ട് ഉണ്ടാവണമെന്നില്ല. പക്ഷേ അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്ന കമ്മിറ്റ്മെൻ്റ് ആണ്.
അപ്പോൾ ഈ കമ്മിറ്റ്മെൻറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഒരു ഫുള്ളി ഫങ്ഷനിങ് ആയിട്ടുള്ള മാരിറ്റൽ ലൈഫിനകത്ത് ഇത് മൂന്നും ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എപ്പോഴും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ഒരു ആവറേജ് അഡീഷണലി ഒരു ആവറേജ് ആയിട്ട് ഫങ്ഷനിങ് ആയിട്ട് ഒരു മാരിറ്റൽ ലൈഫ് മുന്നോട്ട് പോകണമെങ്കിൽ ഈ പറഞ്ഞ 3 കാര്യങ്ങളിൽ അറ്റ്ലീസ്റ്റ് 2 എണ്ണമെങ്കിലും ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത് 3 ഉണ്ടാവുകയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള, ബ്ലെസ്ഡ് ആയിട്ടുള്ള, പ്രോമിസിങ് ആയിട്ടുള്ള, വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.